ഹായ് എവരിവൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഈ വീഡിയോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടോ UI/UXനെ പറ്റിയിട്ടോ AI പറ്റിയിട്ടോ ഒന്നുമല്ല. ഐ തിങ്ക് ദിസ് വീഡിയോ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി കരിയർ ഗൈഡൻസ് സെഷൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കരിയർ ഗൈഡൻസ് സെഷൻ ഞാൻ കൊടുത്തപ്പോഴത്തേക്കും ഐ കെയിം അക്രോസ് ഡിഫറെൻറ്റ് പീപ്പിൾ, പല സ്റ്റേറ്റ്സിൽ നിൽക്കുന്നത്. സം ആർ കൺഫ്യൂസ്ഡ്, സം ആർ ലൈക്ക് ദേ ഡിഡ് എ കോഴ്സ്, ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റി. നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ അവർക്ക് ജോബ് ഉണ്ട് ബട്ട് ദേ ആർ സ്റ്റക്ക് അറ്റ് ദാറ്റ് പോയിൻറ്റ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ദേ ആർ റീതിങ്കിങ് ദെയർ ഡിസിഷൻസ്. അങ്ങനെ പല സ്റ്റേജസിലത്തെ ആൾക്കാരെ ഞാൻ ഈ കരിയർ ഗൈഡൻസ് സെഷനിൽ ഞാൻ കണ്ടായിരുന്നു. സോ മീ ബീങ് എ സൈക്കോളജിസ്റ്റ് ഹു ഡിഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ സൈക്കോളജി, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫീലിംഗ് ആൻഡ് ഇമോഷൻ ഇൻ എ ഡിഫറെൻറ്റ് ആംഗിൾ. ഞാൻ ഒരാളുടെ അടുത്ത് കരിയർ പരമായി സംസാരിക്കുകയാണെങ്കിലും ഐ എം ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് വാട്ട് ദെയർ സ്കിൽസ് ആർ, അവർ ആക്ച്വലി ഈ ഒരു കരിയറിൽ ബിലോങ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് തിങ്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ ഇഫ് ദേ ആർ നോട്ട് ടെല്ലിങ് മച്ച്, ഐ എം ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. കുറച്ചും കൂടെ സംസാരിച്ച ആൾക്കാരുടെ കാര്യത്തിലൊക്കെ എനിക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റിയും അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ത്രൂ ദ കരിയർ ഗൈഡൻസ് സെഷൻ. ഐ ഹോപ്പ് അവർക്ക് അല്ലാതെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാർക്ക് മേ ബി അവർക്കൊരു ഫുൾ 2 month കോഴ്സ് ആയിരിക്കത്തില്ല വേണ്ടത്. അവർക്ക് ജസ്റ്റ് ഒരു അഷ്യൂരിറ്റി ആയിരിക്കും വേണ്ടത്, ഒരു കൺഫർമേഷൻ ആയിരിക്കും വേണ്ടത്. ലൈക്ക് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, ഈ ഡയറക്ഷനിൽ പോയാൽ യു വിൽ റീച്ച് ദ റൈറ്റ് പോയിൻറ്റ്, അല്ലെങ്കിൽ ഈ ട്രാക്കാണ് കറക്റ്റായിട്ടുള്ളത്. യു ഷുഡ് ചൂസ് ദ ഓപ്ഷൻ എ ബിക്കോസ് ഓഫ് ദീസ് റീസൺസ്. യു ഷുഡ് നോട്ട് ചൂസ് ഓപ്ഷൻ ബി ബിക്കോസ് ഓഫ് ദീസ് റീസൺസ് എന്നുള്ളത് മാത്രമായിരിക്കും അവർക്ക് വേണ്ടത്. മേ ബി അത് കേട്ടാൽ പോലും അവരുടെ ലൈഫ് രക്ഷപ്പെടും, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ചേഞ്ച് ആവും എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്ക് പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ. ബിക്കോസ് അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് തിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് എല്ലാവരെയും കോഴ്സ് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രീ കരിയർ ഗൈഡൻസ് സെഷൻ വെച്ച് എന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് അവർക്ക് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അവർക്ക് എൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റോ എൻ്റെ വ്യൂ പോയിൻറ്റോ അവരുടെ ലൈഫിലോ കരിയറിലോ യൂസ്ഫുൾ ആവുക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കാര്യമായി തോന്നിയുകൊണ്ടാണ് ഞാൻ ആ ഫ്രീ സെഷൻ കൊടുത്തത്. അപ്പം അതെല്ലാം കഴിഞ്ഞ 2 weeks ഞാൻ കൊടുത്തു തരുവാണ്, എൻ്റെ അവൈലബിലിറ്റിയും അതെല്ലാം നോക്കിയിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. ഡോണ്ട് സ്റ്റോപ്പ്, മേ ബി യു ആർ ഇൻ ദ മിഡിൽ ഓഫ് വാട്ട് യു ഹവ് പ്രേഡ് ഫോർ. ഇത് എൻ്റെ ലൈഫിൽ ഭയങ്കര ആപ്റ്റായിട്ടുള്ളൊരു, ആപ്റ്റ് എന്നല്ല, എൻ്റെ ലൈഫിൽ ഏറ്റവും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിർത്താതെ നിങ്ങൾ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ബിക്കോസ് നമ്മൾ ഏതോ ഒരു സംഭവത്തിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റെപ്പിലാണ്, അല്ലെങ്കിൽ ജേർണിയിലാണ് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ എനിക്കിതിൽ പറയാൻ, ഞാൻ എൻ്റെ ഒരു ലൈഫിലത്തെ കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്, ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മേ ബി ആർക്കെങ്കിലൊക്കെ അത് യൂസ്ഫുൾ ആകുമെന്നുള്ളൊരു പോയിന്റിലാണ്. ഇറ്റ്സ് നോട്ട് ഫോർ വ്യൂവേഴ്സ്. എനിക്ക് വ്യൂവേഴ്സിന് കിട്ടാനൊന്നുമല്ല. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഐ എം നോട്ട് അറ്റ് ഓൾ എ കൺസിസ്റ്റൻറ്റ് പേഴ്സൺ യൂട്യൂബിൽ. ബിക്കോസ് യൂട്യൂബ് ഇസ് നോട്ട് മൈ തിങ്. ബിക്കോസ് എനിക്ക് അത്ര കൺസിസ്റ്റൻ്റായി അത്രത്തോളം എനിക്കൊരു ടോപ്പിക്കെല്ലാം പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ സ്കെഡ്യൂൾ ചെയ്ത് ഒരു ദിവസം 3 വീഡിയോ വെച്ച് ചെയ്യണം എന്നുള്ളൊരു സംഭവത്തിൽ എനിക്ക് പറ്റത്തില്ല. എനിക്കിതുപോലെ റാൻഡംലി എനിക്ക് തോന്നുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനൊക്കെ എനിക്കിപ്പോൾ പറ്റുന്നുണ്ട്. അല്ലാതെ എനിക്കങ്ങനെ നിന്നിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഫോർ വ്യൂവേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ യൂട്യൂബ് റെഗുലർ അല്ല. എനിക്കൊരു യൂട്യൂബ് സംഭവം വേണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അല്ലാതെ ചെയ്യേണ്ടതെന്ന് എനിക്ക് ആസ് എ സോഷ്യൽ മീഡിയ മാനേജർ, ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ, ഐ നോ ഹൗ ടു ഡു യൂട്യൂബ് ടു മേക്ക് ഇറ്റ് ഹിറ്റ്. ബട്ട് ഇതല്ല, ഇത് എൻ്റെ ഒരു ജേർണി ഞാൻ ഡോക്യുമെൻറ്റ് ചെയ്യുന്നു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ഓക്കെ, ഇതെല്ലാം വിടാം, നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് വരാം. സോ ഞാൻ ഈ പോയിന്റ് പറയുമ്പോഴത്തേക്കും, ഞാൻ ആദ്യം എൻ്റെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഐ യൂസ് ടു ഡു ഇവൻറ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ വന്ന ജേർണിയൊക്കെ ഞാൻ പിന്നെ പറയാം, ഈ വീഡിയോ അത്ര ലെങ്ത് ആയി പോകും. സോ ഞാൻ ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ വന്നപ്പം ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി. അപ്പം ഐ ഡിഡൻറ്റ് ഹാവ് എനി കണക്ഷൻസ്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആരും എൻ്റെ ഫാമിലിയിലോ എൻ്റെ ഫ്രണ്ട്സിൻ്റെയിലോ ഒന്നുമില്ല. ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് ആ ടൈമിൽ ഇതെല്ലാം ഭയങ്കര ഫാൻസി ആയിരുന്നു. അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോഷ് വെഡ്ഡിങ്സ്, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു അതെനിക്ക് കുറച്ച് ഡിഫറെൻ്റായി തോന്നി, കുറച്ച് ക്രിയേറ്റീവായി തോന്നി. എന്തൊക്കെയോ ഡിഫറെൻറ്റ് കോർഡിനേറ്റ് ചെയ്യുക, കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക, പ്രീ പ്ലാൻ ചെയ്യുക, ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിങ്ങനെ നിന്നത്. അപ്പം ഐ യൂസ് ടു പുട്ട് ഫോട്ടോസ്, വീഡിയോസ്, സ്റ്റോറീസ് അബൌട്ട് ദിസ് ഡെസ്റ്റിനേഷൻ വെഡിങ് ആൻഡ് അതർ തിങ്സ് ഇൻ ഇൻസ്റ്റഗ്രാം. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഒരു അൽഗോരിതം ഉണ്ടെന്ന് എനിക്കറിയത്തുള്ളൂ. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംഭവമൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുന്നത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ ഐ യൂസ് ടു പോസ്റ്റ് ദീസ് തിങ്സ്. അപ്പോൾ ആൾക്കാർ എങ്ങനെയൊക്കെയോ ഈ പറഞ്ഞ ഹാഷ്ടാഗോ അങ്ങനെയുള്ള സംഭവങ്ങൾ ആ ടൈമിലത്തെ അൽഗോരിതം അനുസരിച്ച് പീപ്പിൾ സ്റ്റാർട്ട് ടു മെസ്സേജ് മീ ആൻഡ് ആസ്ക് അബൌട്ട് തിങ്സ്. ആൻഡ് ഞാനും ഇതുപോലെ ആ ടൈമിൽ നമ്മൾ കൂടുതൽ ഒരു ടോപ്പിക്കിനെ പറ്റി അവെയർ ആകുമ്പോഴാണ് നമുക്ക്
നമുക്ക് കൂടുതൽ സംസാരിക്കാനും ആൾക്കാർക്ക് അപ്രോച്ച് ചെയ്യാനൊക്കെ മടിയുള്ളതുപോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ആ ടൈമിൽ അത്രത്തോളം ഇതിനെപ്പറ്റി അവയർനെസ് ഒന്നും ഇല്ലാത്ത വരുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാനും ആൾക്കാരുടെ ഇതിൽ കമൻറ്റ് ചെയ്യുമായിരുന്നു, ഈ പറഞ്ഞ മെസ്സേജ് അയക്കുമായിരുന്നു, അങ്ങോട്ട് മെസ്സേജ് അയക്കുമായിരുന്നു, ഇതെങ്ങനെയാണ് എന്നൊക്കെ. നമ്മൾ ഇപ്പോൾ ഒരു ഫ്രഷർ എങ്ങനെയാണോ ഒരു കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്, അതുപോലെ തന്നെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി അബൌട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓക്കെ, ഇന്ത്യയിലത്തെ ആൾക്കാർ തായ്ലൻഡിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയി ചെറിയ ഇൻറ്റിമേറ്റ് വെഡ്ഡിങ്സ്, കുറച്ച് ആൾക്കാരുള്ള ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനൊരു മാർക്കറ്റ് ഉണ്ട്, അതൊരു ബിസിനസ്സാണ്, അതൊരു കരിയർ ഓപ്ഷനായി വേണമെങ്കിൽ എടുക്കാം. ബട്ട് നമ്മുടെ നാട്ടിൽ അപ്പോഴും ഒരു കരിയർ ഓപ്ഷൻ അല്ല. ഇപ്പം ഇറ്റ് ഈസ് ബെറ്റർ, കുറച്ചും കൂടെ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് ടു എക്സ്പ്ലോർ ഇറ്റ്. അപ്പോൾ ഞാൻ എനിക്കറിയുന്ന ആൾക്കാർക്ക്, ഈ ഓൺലൈനിൽ കണ്ട ആൾക്കാർക്ക് അല്ലാതെ ഞാനിങ്ങനെ ഹോട്ടൽസ്, ഇവിടെ പല ഹോട്ടൽസിൽ ആ ടൈമിൽ എൻ്റെ സീനിയേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ അവർത്തൊക്കെ ചോദിച്ചു, ലൈക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ എന്താ ചെയ്യുക? ബിക്കോസ് ഞാൻ അപ്പോഴും കോളേജിലാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കോളേജ് ലീവ് ചെയ്തിട്ട് എനിക്കൊരു സാധനം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഓൺലൈനായിട്ട് നമുക്കൊരു ഇതായിട്ട് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എങ്ങനെ കിട്ടും? ക്ലയൻസിന് എങ്ങനെ കിട്ടും? ഇനി ഇൻ കേസ് ഇപ്പം ക്ലയൻസിന് കിട്ടിക്കഴിഞ്ഞാൽ ഞാനതെങ്ങനെ കോർഡിനേറ്റ് ചെയ്യും? ഐ ഡോണ്ട് ഹാവ് എ ടീം, ഐ ഡോണ്ട് ഹാവ് സ്റ്റാഫ്. അപ്പോൾ അതെങ്ങനെ ചെയ്യും? ആൻഡ് ഇവൻറ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് തിങ് ആണല്ലോ. അതിൻ്റെ പല പല ഏരിയാസ് ഉണ്ട്. ഫിനാൻഷ്യൽ സൈഡ് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്, ഡെക്കോർ ഉണ്ട്, പ്ലാനിങ് ഉണ്ട്, സോഴ്സിംഗ് ഉണ്ട്, വെൻഡർ മാനേജ്മെൻറ്റ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ കാര്യമുണ്ട്. അപ്പോൾ ഐ ഡിഡൻറ്റ് ഹാവ് എനി ഐഡിയ. അപ്പം ഞാനങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഐ ഗോട്ട് ഡിഫറെൻറ്റ് ക്ലൂസ്. എനിക്ക് കുറേ ഹിൻസ് കിട്ടി. അതായത് നമ്മൾ ഇമെയിൽ അയച്ച് വെന്യൂസിന് നോക്കുക, ഇമെയിൽ അയച്ച് അവർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദേ മേ ഗിവ് യു ഡിസ്കൗണ്ട്സ് ഓർ ദേ വിൽ ടെൽ യു. അവർ നിങ്ങളുടെ ആ ടൈമിൽ ഇത്ര കോമ്പറ്റീഷൻ ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ഹോട്ടൽസ് എല്ലാം വലിയ ആൾക്കാരെയും വെൻഡേഴ്സായിട്ട് എടുക്കാറുണ്ട്. ഇപ്പം ചില ഹോട്ടൽസിനൊക്കെ ഇൻ ഹൗസ് ആയിട്ട് തന്നെയുണ്ട്. ആ ടൈമിൽ ദേ വിൽ ഡിപ്പെൻഡ് ഓൺ ഡിഫറെൻറ്റ് വെൻഡേഴ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ടോക്ക് വിത്ത് ദ മാനേജേഴ്സ്, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇങ്ങനെ രജിസ്റ്റേർഡ് ഒന്നും അല്ലല്ലോ, അപ്പം ഞാനിപ്പോൾ തുടങ്ങുന്നതല്ലേ ഉള്ളൂ, തുടങ്ങുന്ന ഒരാൾ അങ്ങനെ ഹോട്ടൽസൊക്കെ അക്സെപ്റ്റ് ചെയ്യുമോ? അപ്പോൾ പറഞ്ഞു യു ജസ്റ്റ് ടോക്ക്, സംസാരിച്ചു. അപ്പോൾ ഞാനപ്പോൾ ക്യൂരിയോസിറ്റിയിൽ ചോദിക്കുന്നത്, അങ്ങനെയൊക്കെ സംസാരിക്കാൻ ഓക്കെ ആണോ? നമുക്ക് അതിൻ്റെ ഒരു ഡിഗ്രിയൊക്കെ വേണ്ടേ? നമുക്ക് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടേ, എക്സ്പീരിയൻസ് വേണ്ടേ? എന്നാലേ അവർ സംസാരിക്കത്തുള്ളൂ. ഐ ഡോണ്ട് നോ, എന്തോ ഒരു ലക്കെന്ന് പറയട്ടെ. ഞാൻ ആ സമയത്ത് ഈ ചോദിച്ച ആൾക്കാരൊക്കെ അവരെന്നെ എന്താണ് ജസ്റ്റ് ഗിവ് എ ട്രൈ. അതെന്താ ട്രൈ ചെയ്താൽ എന്താ, അവരെന്താ ചെയ്യുക, അവരെന്തെങ്കിലും ചെയ്യുമോ, എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ അവർ പറഞ്ഞപ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക് അങ്ങനെയാണോ? അപ്പോൾ ആ ഒരു അതവർ മോട്ടിവേഷൻ തന്നതല്ലെങ്കിൽ കൂടെ അവരുടെ ആ ഒരു റെസ്പോൺസാണ് എന്നെ ഡ്രൈവ് ചെയ്തത്. അപ്പം ആ റെസ്പോൺസ് കാരണം ഓക്കെ ഞാനും വിചാരിച്ചു അത് പറഞ്ഞ പോലെ കറക്റ്റാണല്ലോ, എന്ത് സംഭവിക്കാനോ, ഒന്നും സംഭവിക്കാനില്ല, ട്രൈ ചെയ്ത് നോക്കാം. വേറെ ചിലവൊന്നുമില്ലല്ലോ. ദർ ഇസ് നോ ഇൻവെസ്റ്റ്മെൻറ്റ് നീഡഡ്, ദർ ഇസ് നോ ക്യാപിറ്റൽ ഇൻവോൾവ്, ഇറ്റ് ഇസ് ജസ്റ്റ് മൈ ടൈം, മൈ എഫേർട്ട്, അത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നോക്കാമല്ലോ. അപ്പോൾ ഞാനങ്ങനെ ചെറിയ ചെറിയ ഹോട്ടലൊന്നുമല്ല കേട്ടോ, വലിയ ഹോട്ടലാണ്. അവിടെ എല്ലാം 5 സ്റ്റാർ ഹോട്ടൽ, 6 അങ്ങനത്തെ ഹോട്ടൽസ് ഇന്ത്യയും അബ്രോഡിലെത്തി. ഞാൻ അവർക്കൊക്കെ ഇമെയിൽ അയക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇമെയിൽ അയച്ചു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇഫ് ഐ ഗെറ്റ് എ ക്ലയൻറ്റ് ഐ വോണ്ട് ടു ഗിവ് ദം എ കോട്ട്. അപ്പോൾ ആ കോട്ട് എനിക്ക് അയക്കണം. അപ്പോൾ കോട്ട് അയക്കുമ്പോഴത്തേക്കും എനിക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അറിയണം, എന്നാലേ എനിക്ക് എൻ്റെ ഒരു കോട്ടും എൻ്റെ ഇൻവോയ്സും കാര്യങ്ങളൊക്കെ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്യാൻ യു ജസ്റ്റ് ഷെയർ യുവർ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പ്രൈസിങ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതൊക്കെ പറഞ്ഞ് മെയിൽ അയച്ചു. ആൻഡ് ദേ റെസ്പോണ്ടഡ് വിത്ത് അവരുടെ പ്രൈസിങ്ങും അവരുടെ സർവീസസ് എന്തൊക്കെയാണ് ഉള്ളത്, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്നുള്ളതൊക്കെ 5 സ്റ്റാർ ഹോട്ടൽസ് ആൻഡ് എവരി വൺ സ്റ്റാർട്ടഡ് ടു ഗിവ് മീ ദ ഡീറ്റെയിൽ. ഐ വാസ് ലൈക്ക് ഓക്കെ ദാറ്റ് സീംസ് ഗുഡ്. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ്. അതൊരു റെസ്പോൺസ് കിട്ടി, ഐ വാസ് ഹാപ്പി. സോ ഐ തോട്ട് ലൈക്ക് ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ റെസ്പോൺസ് കിട്ടി, അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ക്ലയൻസിന് കിട്ടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഐ സ്റ്റാർട്ടഡ് ടു ഒബ്സർവ് ഡിഫറെൻറ്റ് ഇവൻറ്റ് മാനേജ്മെൻറ്റ്സ്. അവരെങ്ങനെയാണ് ചെയ്യുന്നത്, അവരെന്ത് ടൈപ്പ് ഓഫ് ക്ലയൻറ്റ്, ആ ക്ലയൻറ്റ് ഏത് നീഷിലുള്ളതാണ്, ആർ ദേ ഫ്രം ബിസിനസ് ഓർ ആർ ദേ ഫ്രം IT ഓർ അവർ കോർപ്പറേറ്റ് എംപ്ലോയീസ് ആണ് അവരുടെ ക്ലയൻറ്റ്സ്, ഓർ ലൈക്ക് ഹൗ ആർ ദേ ഗെറ്റിംഗ് ദ ക്ലയൻറ്റ്. അപ്പോൾ അതെല്ലാം ഞാൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പോകുന്നില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈനാണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ സിമിലർ രീതി ഈ ഹോട്ടൽസിനെ അപ്രോച്ച് ചെയ്ത അതേ രീതിയിൽ എനിക്ക് ഈ ക്ലയൻറ്റ്സ് എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്താൽ എന്തൊക്കെ റെസ്പോൺസ് കിട്ടും എന്നുള്ളൊരു ഫ്രെയിം വർക്ക് എനിക്കുണ്ടായി ഒബ്സർവ് ചെയ്തിട്ട്. അത് ഞാൻ ഇതുപോലെ ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആദ്യം മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ, ബിക്കോസ് ഐ വാസ് എൻറ്റയർലി ന്യൂ ടു ദിസ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമോ? അപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽ റെസ്പോൺസ് എന്നാൽ പിന്നെ ഒരു ക്ലയൻറ്റ് അപ്രോച്ച് ചെയ്യുന്നതിന് എന്താ, ആ ഒരു സംഭവത്തിലാണ് പിന്നെ എല്ലാം നടന്നു പോയത്. അപ്പോൾ I started approaching, I got response. And since I started talking about it, posting about it, അപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും എനിക്ക് എൻക്വയറീസും സോഷ്യൽ മീഡിയയിലും ആൾക്കാർ അവെയർ ആവാൻ തുടങ്ങി. ഐ ആം ഡൂയിങ് ദിസ് തിങ്, ഐ ആം പ്രൊവൈഡിങ് ദിസ് സർവീസ് എന്നുള്ളത്. ആൻഡ് അപ്പോൾ എനിക്ക് എൻ്റെ
ത്രൂ ഫ്രണ്ട്സ്, ത്രൂ സോഷ്യൽ മീഡിയയും വർക്ക് വരാൻ തുടങ്ങി. എൻക്വയറീസ്, അതെല്ലാം കൺവേർഷൻ പോയി എന്ന് ഞാൻ പറയത്തില്ല, എൻക്വയറീസ് വരാൻ തുടങ്ങി. പിന്നെ ഞാൻ ഔട്ട്റീച്ച് ചെയ്യും. അപ്പം എനിക്ക് അന്ന് ഈ ഔട്ട്റീച്ച് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് മുന്നേ വരുന്ന കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഹോട്ടൽസിന് ഇമെയിൽ ആയത് നോക്കൂ, മെസ്സേജ് ചെയ്ത് നോക്കൂ, അതൊക്കെയാണല്ലോ അവർ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഈ ക്യാമറ ഈ ഫ്രണ്ടിലൊരു ചെറിയ പ്രിവ്യൂ ഉണ്ട്, അത് ഓഫായി പോകും. അപ്പോൾ അത് ഓഫായി പോയി കഴിഞ്ഞാൽ ഐ എം നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇസ് റെക്കോർഡിങ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഓഫ് ആവാതെ വന്ന് ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഇമെയിൽ അയച്ചതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഔട്ട്റീച്ച് ആണെന്നുള്ളത്. ഇപ്പം നൗ ഐ നോ വാട്ട് ഐ ഡിഡ് ഔട്ട്റീച്ച് എന്നുള്ളത്. പിന്നീട് ഞാൻ കുറേ ക്ലയൻസിൻ്റെ അടുത്തേക്ക് ഇൻവോൾവ് ചെയ്ത് കോർപ്പറേറ്റ് ക്ലയൻസിൻ്റെ അടുത്തൊക്കെ വർക്ക് ചെയ്തതിന് ശേഷമാണ് അവരിങ്ങനെ കോൺവെർസേഷനിൽ യു ഔട്ട്റീച്ച് മീ, യു ഇമെയിൽഡ് മീ എന്നൊക്കെ പറഞ്ഞ് ഈ ടേംസൊക്കെ വെച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദിസ് ഇസ് കോൾഡ് ഔട്ട്റീച്ച്. പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്യും. അപ്പം ദെൻ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ കരിയർ. അതൊരു കരിയർ ഓപ്ഷനാണ്. അത് അങ്ങനെ ഒരു ജോബ് ഡെസിഗ്നേഷൻ വരെ ഉണ്ട്. അപ്പം ദാറ്റ് വാസ് എ ന്യൂ വേൾഡ് ടു മീ. ലൈക്ക് വാട്ട് ഐ ഡിഡ് ഇസ് എ കരിയർ, വാട്ട് ഐ ഡിഡ് ഇസ് എ സ്കിൽ. അതൊരു സെപ്പറേറ്റ് സ്കില്ലാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. ആൻഡ് അത് ഞാൻ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം ഞാൻ കാഷ്വലി ഇങ്ങനെ ഓരോ കാര്യം ചെയ്യും. ആൻഡ് ദെൻ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ദാറ്റ് ഇസ് എ സെപ്പറേറ്റ് സ്കിൽ, അതൊരു സെപ്പറേറ്റ് ജോബാണ്, യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ദെയർ എന്നൊക്കെ കാണുമ്പോൾ ഐ എം ലൈക്ക് തനിയെ പ്രൗഡ് ആവുമല്ല, അങ്ങനത്തെ സംഭവമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഔട്ട്റീച്ച് അങ്ങനെ. ദെൻ ഈ പറഞ്ഞ ഞാൻ അപ്പോൾ കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ ചെയ്തതിന് ശേഷം ഫാസ്റ്റ് ഫോർവേഡ് ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് ഇവൻ്റൊക്കെ ചെയ്തതിന് ശേഷം വേറെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിൻ്റെ വർക്കും എനിക്കിതുപോലെ എന്താണ് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് വന്നായിരുന്നു. അപ്പം എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഞാൻ ചെയ്തിട്ടില്ല, ബിക്കോസ് ഞാൻ അപ്പോഴും കോളേജിൽ പഠിക്കുകയായിരുന്നു. അപ്പം എനിക്കത് ചെയ്യാൻ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, കൊളാബറേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഐ യൂസ് ടു ടോക്ക് വിത്ത് ദം. അപ്പം അവരെൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനത്തെ വർക്ക് ചെയ്തു, ഞാൻ ഈ ഹോട്ടലിലത്തെ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്തു, കണക്ട് ചെയ്തു, അവർ ഇൻറ്റേർണലി അവർ വർക്ക് വരുമ്പം ആ ഹോട്ടൽ എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട്, ക്ലയൻസിന് എന്നെ റെഫർ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം വേറെ ഇവൻറ്റ് മാനേജ്മെൻറ്റിലത്തെ ആൾക്കാരത്തെ പറയുമ്പം കേരളത്തിലത്തെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഐ വാസ് ലൈക്ക് അപ്പം നിങ്ങളിതൊന്നല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ അവർക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു നോ ദേ ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. അവർക്കെല്ലാം ഈ ഫോട്ടോഗ്രാഫേഴ്സ് വഴി വരുന്ന വർക്ക് അല്ലെങ്കിൽ ഈ റെഫറൻസ് അവർ ഓൾറെഡി ചെയ്തു കൊടുത്ത ആൾക്കാർ വേറെ ആൾക്കാർക്ക് റെഫർ ചെയ്ത് തരുന്നതൊക്കെ അങ്ങനെയൊക്കെ അവർക്ക് വർക്ക് വരുന്നത്. അപ്പം ഞാൻ സൂപ്പർ പ്രൗഡായി, ബിക്കോസ് ലൈക്ക് അവർക്ക് പോലും ഇങ്ങനത്തെ ഒരു ട്രാക്ക് ഉണ്ടെന്ന് അറിയത്തില്ല. ഐ സംഹൗ ഡിഡ് ഇറ്റ്, അത് വർക്കൗട്ടായി. അപ്പം നമുക്ക് ഇതെല്ലാം ഓരോ മൊമെൻറ്റ്സ് ഓഫ് കോൺഫിഡൻസ് തരുന്നൊരു കാര്യമാണ്. അപ്പം അത് മാത്രമല്ല, ഞാൻ ക്ലയൻറ്റിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ടൈമിലാണെങ്കിലും ലൈക്ക് നമ്മളൊരു പ്രൈസ് കോട്ട് ചെയ്യുമല്ലോ. അപ്പം ഫോർ മീ ഇറ്റ് ഇസ് ലൈക്ക് ദിസ് ഒരു പ്രൈസ് ഡിസ്കൗണ്ട് കൊടുക്കുക ഇസ് നോട്ട് എ തിങ്, ബിക്കോസ് എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഓക്കെ കൈൻഡ് ഓഫ് അല്ല. ബിക്കോസ് നമ്മളൊരു ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അസൈൻ ചെയ്യുന്ന ടീമും നല്ല രീതിയിൽ വർക്ക് ചെയ്യുമെന്നും അതിലൊരു പ്രശ്നവും വരത്തില്ല എന്നും നമുക്കറിയാമെങ്കിൽ നമ്മൾ അവിടെ പ്രൈസ് ഇറക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് നമ്മൾ ഭയങ്കര ഹൈ ചാർജിങ് ഒന്നും ആയിരുന്നില്ല. ഇറ്റ്സ് ലൈക്ക് ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രൈസിംഗ് ആണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ വീണ്ടും നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ക്ലയൻസ് ആദ്യമേ ഡിസ്കൗണ്ട് ചോദിക്കുമ്പോഴത്തേക്കും ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് ദിസ് ഇസ് എ തിങ്, നിങ്ങളിപ്പോൾ ഇങ്ങനെ ഡിസ്കൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ദ ക്വാളിറ്റി വിൽ ബി എഫക്റ്റഡ്, പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് പല കോംപ്രമൈസസ് വരും, അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതി പോകത്തില്ല, അങ്ങനെ സംതിങ് കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കും. അപ്പം ഞാൻ പിന്നെ വേറെ ഇവൻറ്റ് മാനേജേഴ്സിനൊക്കെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിനൊക്കെ കാണുമ്പോഴത്തേക്കും ദേ വിൽ ബി ആസ്കിങ് ലൈക്ക് അവർ ഇത്രയും ഡിസ്കൗണ്ട് കൊടുക്കും, അവർ ആദ്യം പറയുന്ന കോട്ട് ചെയ്യുന്ന എമൗണ്ട് എല്ലാം ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാവുന്നത്. അപ്പോഴും എനിക്ക് സർപ്രൈസ് ആയി, ബിക്കോസ് ഞാൻ നോർമലി കോട്ട് ചെയ്യുന്ന എമൗണ്ടിന് കൈൻഡ് ഓഫ് ചെറിയ എന്തെങ്കിലും വേരിയേഷനേ വരത്തുള്ളൂ. ഇവർ കൊടുക്കുന്നതിൻ്റെ അത്ര ഡിസ്കൗണ്ട് ഞാൻ കൊടുത്തിട്ട് പോലുമില്ല. അപ്പം ഐ വാസ് സർപ്രൈസ്ഡ്. അപ്പം ദെൻ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് നെഗോസിയേഷൻ ഇസ് എ സ്കിൽ. അപ്പം നെഗോസിയേഷൻ ഒരു സ്കില്ലാണ്, കമ്മ്യൂണിക്കേഷൻ ഒരു സ്കില്ലാണ്, ഔട്ട്റീച്ച് ചെയ്യുന്നൊരു സ്കില്ലാണ്. അപ്പം ഞാൻ ചെയ്തിരുന്ന സംഭവത്തിൽ ഇത്രത്തോളം സ്കിൽസ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. ആൻഡ് മോർ ഓവർ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ, എൻ്റെ പേഴ്സണൽ സോഷ്യൽ മീഡിയ, നിങ്ങളിപ്പോൾ കാണുന്ന അതേ പ്രൊഫൈൽ ജെയ്സൺ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ പ്രൊഫൈൽ, അതിനകത്ത് തന്നെയാണ് ഞാൻ കോളേജ് ടൈം എൻ്റെ പേഴ്സണൽ പ്രൊഫൈൽ, അതിൻ്റെ അകത്ത് തന്നെ ഞാൻ എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ ഇവൻറ്റിനെ പറ്റിയിടുമ്പോഴത്തേക്കും അതിൽ തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സ് വഴിയും വേറെ ആൾക്കാർ ഞാനത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എൻക്വയറീസ് വന്നത്. സോ സോഷ്യൽ മീഡിയ ഇസ് ഓൾസോ എ സ്കിൽ. അപ്പം അവർ ആ ടൈമിലൊക്കെ സോഷ്യൽ മീഡിയ വഴി ലീഡ് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഇസ് നോട്ട് ദാറ്റ് കോമൺ. ഓക്കെ, ഇത് കുറച്ച് നാൾക്ക് മുന്നേ ആണ്. അപ്പം കോവിഡിനൊക്കെ മുന്നത്തെ കാര്യമാണ് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത്ര പോപ്പുലർ ആയിട്ടില്ല. അപ്പം
അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ റെഫറൽ വഴിയൊക്കെ വർക്ക് തരുന്നത്. അപ്പം എനിക്ക് സോഷ്യൽ മീഡിയ വഴി എൻ്റെ ഫ്രണ്ട്സ് വഴിയെല്ലാം എനിക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഡൽഹിയിലുള്ള ഒരാളെ ഞാൻ ചിലപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടാവും, അവരെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ദുബായിൽ എൻ്റെ കണക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും കോണ്ടന്റ് ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെല്ലാവരും ഈ പറഞ്ഞ കോൺവെർസേഷൻസിൽ എന്നെ റെഫർ ചെയ്യാൻ തുടങ്ങി. അപ്പം ഡയറക്റ്റ്ലി എന്നെ കണ്ടിട്ടില്ല, അവരുടെ അടുത്ത് നിന്ന് പോലും എനിക്ക് വർക്ക് വരുന്നുണ്ടായിരുന്നു. ഇറ്റ് ഇസ് നോട്ട് ത്രൂ അഡ്വർടൈസ്മെൻറ്റ്, ഓർഗാനിക്കായിട്ട്. അപ്പം അതും ഒരു സ്കില്ലാണല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു സംഭവം മറ്റ് ഇവൻറ്റ് മാനേജ്മെൻറ്റ്സിന് ക്രാക്ക് ചെയ്യാൻ എനിക്കറിയുന്ന ആൾക്കാർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഐ വാസ് ഏബിൾ ടു ഡു ദാറ്റ്. ആൻഡ് അഡ്വർടൈസ്മെൻ്റ് എല്ലാം ഞാൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ ഈ പറഞ്ഞ കോർപ്പറേറ്റ് കമ്പനീസിലും വലിയ 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ പോകുമ്പം അവിടുത്തെ മാനേജേഴ്സിൻ്റെ അടുത്ത് എൻഗേജ് ചെയ്ത ടൈമിലാണ് ഐ കെയിം അക്രോസ് ലൈക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ സോഷ്യൽ മീഡിയാസിൽ, ഗൂഗിൾ മെറ്റയിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പോസിബിളാണ്. അപ്പം ആഡ് ചെയ്താൽ നമുക്കിതുപോലത്തെ ക്ലയൻറ്റ് എൻക്വയറീസും ഇതെല്ലാം നമുക്ക് കിട്ടും അങ്ങനെയാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയത്. അപ്പം ഇറ്റ് ഇസ് ലൈക്ക് ഞാൻ എൻ്റെ കൂടെയുള്ള ഇവൻറ്റ് മാനേജേഴ്സിനും ദേ ഡിഡൻറ്റ് നോ ദാറ്റ് നമുക്ക് ആഡ് ചെയ്ത് ലീഡ്സ് കിട്ടുമെന്നുള്ളത്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് പോപ്പുലർ അറ്റ് ദാറ്റ് ടൈം. അപ്പം ഞാൻ ഈ പറഞ്ഞ എനിക്ക് അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ ആ ടൈമിൽ തന്നെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയതും വേറെ പ്രൊഫഷനിൽ നിൽക്കുന്ന ആൾക്കാരും കോർപ്പറേറ്റിൽ നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ ഒരു കണക്ഷൻ കിട്ടിയതുകൊണ്ടാണ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഇസ് ദിസ് പൊട്ടൻഷ്യൽ ഓഫ് ഡൂയിങ് അഡ്വർടൈസ്മെൻറ്റ്, ഗെറ്റിംഗ് ലീഡ് ജനറേഷൻ ഒക്കെ ചെയ്യാം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ആൻഡ് അത് കഴിഞ്ഞ് ഞാനത് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇവൻറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി തന്നെ ഐ വാസ് ഗെറ്റിംഗ് ലീഡ്സ്. അപ്പം ഞാൻ പറയട്ടെ, ഇറ്റ്സ് നോട്ട് അബൌട്ട് കൺവേർഷൻ. ഐ വാസ് ഗെറ്റിംഗ് ലീഡ്. ഇറ്റ് ഇസ് എ ന്യൂ തിങ് ഫോർ മീ. ഞാനൊരു കോഴ്സ് പോയി ചെയ്ത് പഠിച്ച് വന്നതല്ലല്ലോ. ഞാൻ സെൽഫ് എക്സ്പ്ലോർ ചെയ്തു, പല ആൾക്കാർ പറഞ്ഞ പല ഇൻപുട്ട് കേട്ട്, തനിയെ റെഫർ ചെയ്ത്, തനിയെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഐ വാസ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ ഫോർ മീ കൺവേർഷൻ എന്നതിന് മുന്നേ someone enquiring is a big thing for me, because ദാറ്റ് ഇസ് നമ്മൾ എങ്ങനെയാണ് വരിക, ഒരു അറിഞ്ഞൂടാത്ത ഒരാളുടെ എങ്ങനെ ഒരു ലീഡ് കിട്ടുക, മെസ്സേജ് കിട്ടുക, കോൾ കിട്ടുക, അതെല്ലാം എനിക്ക് ന്യൂ ആയിരുന്നു. അപ്പോൾ ഓരോ മൊമെൻറ്റിലും എനിക്കിത് എന്നെ സർപ്രൈസ് ചെയ്തേക്കുന്നൊരു ഫാക്ടറാണ്. ആൻഡ് അതിൽ ഇത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ഞാൻ കുറേ സെൽഫ് ലേൺ ചെയ്ത് എൻ്റെ ഇതിൽ തന്നെ അപ്ലൈ ചെയ്ത് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഇസ് പോസിബിൾ. നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ പോസിബിളാണ്, ലീഡ്സ് കൊണ്ടുവരാൻ പോസിബിളാണ്, ക്ലയൻസിന് കിട്ടും, കൺവേർഷൻസ് കിട്ടും. അത്രയും ഒരു വേൾഡ് എനിക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഓപ്പണായി കിട്ടിയത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇതെല്ലാം കണക്റ്റഡാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിലിപ്പോൾ എഴുതിയിരുന്ന കാര്യം, ഡോണ്ട് സ്റ്റോപ്പ് മേ ബി യു ആർ ഇൻ ദ മിഡിൽ ഓഫ് വാട്ട് യു പ്രേഡ് ഫോർ. അപ്പോൾ ഞാൻ പ്രേ ചെയ്തത് ഇതൊന്നുമല്ല. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പ്രേ ചെയ്ത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പ്രേ ചെയ്തതും എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള സംഭവത്തിലൊക്കെ ഞാൻ അതും കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എത്തിയത്. അപ്പം ഞാൻ എപ്പോഴും ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ കോളേജ് ടൈം തൊട്ടേ. അത് ഇവൻറ്റ് മാനേജ്മെൻ്റ് ഒന്നുമല്ല. ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു സംഭവമാണ്. ബട്ട് എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞ സംഭവം ഞാൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ് തുടങ്ങി ഏകദേശം 6-7 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ചെയ്തത് പോലും. അതും ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെറിയൊരു സാമ്പിൾ ട്രയൽ രീതി ഞാൻ ചെയ്തു. എനിക്ക് ഇനിയും ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി, ബിക്കോസ് ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മളത് പ്രാക്ടിക്കലി ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഡിഫിക്കൽട്ടും ചലഞ്ചസും മനസ്സിലാവുന്നത്. അപ്പോൾ ഞാനത് ചെറിയ രീതിയിൽ ട്രയൽ ചെയ്തപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ചലഞ്ചസ് മനസ്സിലായി. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ബട്ട് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ വോണ്ട് ടു ബി കുറച്ചും കൂടി ഞാൻ പ്രിപ്പയർ ചെയ്യാനുണ്ട് എനിക്കത് ചെയ്യണമെങ്കിൽ. സോ ഐ എം ഇൻ ദ പ്രിപ്പറേഷൻ സ്റ്റേജ്. ഐ എം ലേണിംഗ് മോർ അബൌട്ട് ഇറ്റ് ടു ഡു ദാറ്റ് ഇൻ എ ബെറ്റർ വേ. അപ്പം എനിക്കതിലിപ്പോൾ ഒരു ധൃതിയൊന്നുമില്ല. ബിക്കോസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ ചെറുതായിട്ട് ഫുൾ സ്വിങ്ങിലല്ലെങ്കിലും ചെറുതായിട്ടൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ കാര്യം ചെയ്യാനിപ്പോൾ പ്രിപ്പയർഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആൻഡ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ എം നോട്ട് ദാറ്റ് പ്രിപ്പയർഡ്. ഐ ക്യാൻ ഡു ഇറ്റ്. അത് സക്സസ്ഫുള്ളായി കൊണ്ടുപോകാൻ പറ്റും. ബട്ട് ഞാൻ ഉദ്ദേശിച്ചൊരു ലെവലിൽ അത് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഇനിയും പ്രിപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഐ എം ഇൻ ദാറ്റ് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ. ഐ എം ലേണിംഗ് തിങ്സ്. ഐ എം ബിൽഡിംഗ് മൈസെൽഫ് ഇൻ ടു എ ബെറ്റർ വേർഷൻ ടു ഡു ദാറ്റ്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഡ്രീം ആദ്യമേ തന്നെ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ പറ്റണമെന്നില്ല. മേ ബി അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല, നിങ്ങൾക്ക് അതിൻ്റെ സ്കിൽ ഉണ്ടാവത്തില്ല, ഓർ സം അതർ തിങ്സ്. എല്ലാം എപ്പോഴും വർക്കൗട്ട് ആവണമെന്നില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ആ കാര്യം ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതാണ് നിങ്ങളുടെ ഡ്രീം, ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്രീം. പക്ഷേ ആ ഡ്രീമിലെത്താൻ മേ ബി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പൈസ വേണമായിരിക്കും. അപ്പോൾ ആ പൈസ കിട്ടാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആ മൊമെൻറ്റിൽ ചെയ്യേണ്ടി വരുമല്ലോ. അതെന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഉദ്ദേശിച്ച ഡ്രീമുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ജോബ് തന്നെ ചിലപ്പോൾ ആവണമെന്നുമില്ല.
അതല്ലെങ്കിൽ കൂടെ നിങ്ങളത് ചെയ്യുക. ബിക്കോസ് ആ ജോബിൽ നിന്ന് നിങ്ങളുടെ ഡ്രീം ട്രൂ ആണ്, നിങ്ങൾക്ക് അത്രയും ഡെഡിക്കേഷനും ആത്മാർത്ഥതയും ആഗ്രഹവും നിങ്ങൾക്ക് ആ സംഭവത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ പോയിന്റിലെത്തും. പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ലീവ് ചെയ്യരുത്. ഇപ്പം 10 ലക്ഷം വേണ്ട ഒരു സംഭവമാണ്, എൻ്റെ കയ്യിൽ 10 ലക്ഷം എടുക്കാൻ പോലുമില്ല, വേറെ അല്ലാതെ ഫാമിലിയിലത്തെ ബാധ്യതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പം ആ 10 ലക്ഷം ഇനി ഉണ്ടാക്കണം, നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള കടമൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കണം, എന്നിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഇനിയും കുറേ വർഷം എടുക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഡ്രീം കളയരുത്. ആ ഡ്രീമിലെത്താനുള്ള ഡിഫറെൻറ്റ് പോസിബിൾ വേസ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. മേ ബി നിങ്ങൾ ആരെങ്കിലും കൂടെ കൊളാബറേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്കില്ല് പ്ലസ് വേറൊരു പാർട്ട്ണറിനെ കൂടെ കിട്ടിയാൽ ചെയ്യാൻ പറ്റുമായിരിക്കും. ദർ ആർ ഡിഫറെൻറ്റ് വേസ്. കണ്ടിന്യൂസ്ലി അതിന് വേണ്ടി ലേൺ ചെയ്യുക, കണ്ടിന്യൂസ്ലി അതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുക, ഡെഫിനറ്റ്ലി നിങ്ങൾ ആ പോയിന്റിലെത്തും. അപ്പോൾ ഞാൻ ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്തില്ലായിരുന്നു, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എത്തത്തില്ലായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഞാൻ ആഗ്രഹിച്ച സംഭവം എനിക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതല്ല, ഞാനൊരു ഓപ്പർച്യൂണിറ്റി വന്ന് ഞാൻ ചെയ്തു. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, എപ്പോഴും നിങ്ങളുടെ മുന്നിലൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്, ട്രൈ ചെയ്യുക. അത് ഫ്ലോപ്പോ ഫെയിലിയറോ സക്സസ്സോ എന്തോ ആയിക്കോട്ടെ, എന്താണ് അതിൻ്റെ ഔട്ട്കം എന്ന് തിങ്ക് ചെയ്യേണ്ട. നിങ്ങൾ ഡെഡിക്കേറ്റഡായി നിങ്ങളുടെ ഒരു ടൈം, എഫേർട്ട്, എനർജി അതിലിടാൻ നിങ്ങൾ 100% ഇട്ടൊന്ന് വർക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് പഠിക്കാതിരിക്കത്തില്ല. ആ സ്കില്ല് ഡെഫിനറ്റ്ലി നിങ്ങളുടെ മുന്നോട്ടുള്ള ജേണിയിൽ പല സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് എൻ്റെ ജേണി അങ്ങനെയാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്തൊരു സ്കില്ല് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നു. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഞാൻ പല ബ്രാൻഡ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ബ്രാൻഡ്സിൽ എനിക്ക് ബിൽഡ് ചെയ്യണം എന്ന് തോന്നുന്ന ടൈപ്പ് ഓഫ് ബിസിനസ്സസ് ഉണ്ട്. എനിക്ക് ആ ബിസിനസ്സിനൊക്കെ പറ്റിയൊരു ഇൻസൈറ്റും ഓവർവ്യൂവും കിട്ടുകയാണ്. ലൈക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു റിയാലിറ്റി, അപ്പം ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്താൽ ഉണ്ടാവുന്നത്. ഐ എം ലേണിങ് മെനി തിങ്സ്. അത് നമ്മൾ ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യണമെന്നില്ല. ഇതുപോലത്തെ പല ഓപ്പർച്യൂണിറ്റി വഴി നമുക്ക് പലതും പഠിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കമ്മ്യൂണിക്കേഷൻ, നെഗോസിയേഷൻ, ഔട്ട്റീച്ച്, ഇതെല്ലാം ഒരു സ്കില്ലാണെന്നും അതിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ സ്കിൽ എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊക്കെ എനിക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത്. ബിക്കോസ് നമ്മൾ എപ്പോഴും ഒരു കസ്റ്റമർ ഫോക്കസ്ഡ് ആയിട്ട്, കസ്റ്റമർ ഫേസിംഗ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് വേറെ കുറേ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളൊരു മെഷീൻ്റെ മുന്നിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പം അത് ഉണ്ടാവണമെന്നില്ല. അപ്പം അങ്ങനെ ഓരോ ജോബിനും ഓരോ കാര്യം ചെയ്യുമ്പോൾ പല സ്കിൽസ് ഡെവലപ്പ് ആവും, പലതിലുള്ള എക്സ്പോഷർ കിട്ടും എന്നുള്ളത് ഞാനിങ്ങനെ ഓരോ ഡിഫറെൻറ്റ് കാര്യം, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇത് മാത്രമല്ല, ഞാൻ വേറെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇതൊന്നും ഒരു $1 million സംഭവം അങ്ങ് വലിയ ഇൻ്റർനാഷണൽ അങ്ങനെയൊന്നും ആവണമെന്നില്ല. നിങ്ങളുടെ റൂമിലിരുന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയൊരു കാര്യമാണെന്നും അതിൻ്റെ അകത്തുനിന്ന് കുറേ ഇൻപുട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ പഠിക്കാൻ പറ്റിയ എല്ലാ കാര്യവും എനിക്ക് എൻ്റെ പല സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ തിങ് എനിക്ക് ഈ റീൽ കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലെത്തണം, അത് നിങ്ങൾക്ക് എത്താതിരിക്കുന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യരുത്. കണ്ടിന്യൂസ്ലി വർക്ക് ഫോർ. ഈ കണ്ടിന്യൂസ്ലി വർക്ക് ഫോർ എന്ന് പറഞ്ഞാൽ 24 hours വർക്ക് ചെയ്യുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും അതിൻ്റെ പുറകെ വർക്ക് ചെയ്യണമെന്നില്ല. ആ ഡ്രീം ലീവ് ചെയ്യരുത്. ആ ഡ്രീം മൈൻഡിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റിനെ കാണുന്ന സംഭവത്തിൽ എവിടെയെങ്കിലൊക്കെ ആ ഡ്രീമിലേക്ക് എത്താനുള്ളൊരു സംഭവം അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനൊന്ന് ട്രൈ ചെയ്യുക, ഒരു ഹോംവർക്കൊക്കെ പോലെ. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം 10 lakh rupees ഉണ്ടായാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതായിരിക്കും. നിങ്ങൾ ഇതുപോലെ ഓരോ സാധനത്തിൽ കാണുന്ന കാര്യങ്ങൾ കണ്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പല ഐഡിയാസ് കിട്ടും. ആ ഐഡിയാസ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിപ്പം 10 ലക്ഷം മുടക്കേണ്ട സംഭവം ഇല്ലല്ലോ, 1 lakh മുടക്കി കഴിഞ്ഞാൽ ഇതൊന്ന് ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ള പോയിന്റ് കിട്ടണമെങ്കിൽ നിങ്ങളിങ്ങനെ പല കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ്സ് ദ ഇൻസൈറ്റ് ദാറ്റ് ഐ ഹാവ് ടു ഗിവ് യു. ഇപ്പം ഞാനും ഇതുപോലെ വലിയ എക്സ്പെൻസീവായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ പല സംഭവങ്ങളും ഞാൻ വിചാരിച്ചിരുന്നത് ഐ അണ്ടർസ്റ്റുഡ്. ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പം ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. യു ക്യാൻ ഡു ഇറ്റ് ഇൻ എ വെരി ചീപ്പർ എമൗണ്ട്, ഈവൻ വിത്ത് 0 budget യു ക്യാൻ ഡു ഇറ്റ്. എന്നാൽ 0 budget എന്നാൽ നിങ്ങളുടെ എഫേർട്ടും നിങ്ങളുടെ ടൈമും അവിടെ ഉണ്ട്. അപ്പം അത് മാത്രം വെച്ചിട്ടാണെങ്കിൽ യു ക്യാൻ എക്സ്പെരിമെൻറ്റ് ഇറ്റ്, യു ക്യാൻ ട്രൈ ഇറ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ദിസ് ഇസ് എ ഇൻസൈറ്റ് ദാറ്റ് ഐ വോണ്ട് ടു ഗിവ് യു, ഐ വോണ്ട് ടു ഷെയർ. ഇത് ഭയങ്കര വലിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമല്ല, ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞതാണ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഇത് എവിടെയെങ്കിലുമൊക്കെ ആലോചിക്കുമ്പോൾ റിലേറ്റബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ എന്നുള്ള രീതി ഞാൻ ചെയ്ത വീഡിയോ ആണ്. ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി യൂസ്ഫുൾ ടു സമവൺ. ഇപ്പം ഞാൻ ഫുൾ ഇവൻറ്റ് മാനേജ്മെൻറ്റ് സ്റ്റോറി പറഞ്ഞിട്ടില്ല. ഐ ജസ്റ്റ് ടോൾഡ് ഓവറോൾ ഐഡിയ, ഒന്ന് ഒരു സമ്മറി പോലെ പറഞ്ഞതാണ്. സോ ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.